ബൈറ്റ് ഹോംസ് ഫോർ പ്രസൻസ് മറ്റൊരു ഹോം ടൂർ കാഴ്ചയിലേക്ക് മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നിപ്പോ നമ്മൾ എത്തിയിരിക്കുന്നത് ആരുടെ വീട് കാണാനാണെന്നറിയോ? അതായത് പെട്ടെന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഈ ഒരു ക്ലൂ തരുമ്പോൾ തന്നെ. അതായത് നമ്മുടെ മമ്മൂക്കയുടെ അടുത്ത് മമ്മൂക്കയ്ക്ക് ഏറ്റവും അടുപ്പമുള്ള ആദ്യത്തെ 5 പേരുടെ ലിസ്റ്റ് പറയാൻ പറഞ്ഞാൽ തീർച്ചയായിട്ടും മമ്മൂക്ക പറയുന്ന ഒരാളുടെ പേരാണ്. നിങ്ങൾക്ക് ഏകദേശം അതായത് കുറച്ചൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടോ? അതേന്നെ നമ്മുടെ ബാദുഷ, നമ്മുടെ ബാദുക്കയുടെ വീട്ടിലാണ് ഞാനിപ്പോ എത്തിയിരിക്കുന്നത്. ബാദുക്ക അവിടെ ഉണ്ട്. നമുക്ക് വിശേഷങ്ങളെല്ലാം ചോദിക്കാം. ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ ലാലേട്ടന്റെ എംപുരാൻ റിലീസ് ആവുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളുണ്ട് ചോദിക്കാൻ, മമ്മൂക്കയുടെ വിശേഷങ്ങളുണ്ട് ചോദിക്കാൻ, ബാദുക്കയുടെ തന്നെ വേറെ എത്രയോ സിനിമയിലേക്ക് എത്തിയ കഥകളും, അതായത് ഒരു പ്രൊഡ്യൂസർ, പ്രൊഡക്ഷൻ കൺട്രോളർ, ആക്ടർ, അങ്ങനെ നമുക്ക് ചോദിക്കാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. ചോദിക്കാം, ബാ. ഹലോ, ഹായ് 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 ബാദുക്ക, നമസ്കാരം. സുഖമായിട്ടിരിക്കുന്നല്ലോ? മഞ്ജു, ഓക്കെ. ഞാൻ എല്ലാവർക്കും ഒരു മൈക്ക് കൊടുക്കട്ടെ ആദ്യം. ഇത് ഇറ്റയ്ക്ക്. മഞ്ജു. മോളുടെ പേര് ഷിഫ. ഓക്കെ, ഷിഫ മൈക്ക് വെച്ചോ. ഷിഫ എന്ത് ചെയ്യണു? ഞാൻ ഇപ്പൊ +1 പഠിക്കുക. +1 എക്സാംസ് എഴുതിക്കാം. ഓക്കെ, ഷിഫ രണ്ടാമത്തെ ആളല്ലേ? മോന് ചെന്നൈയില്. ഇവിടെ ഇല്ല അപ്പോ? ഇല്ല, അവനവിടെ എ റഹ്മാന്റെ കോളേജിൽ പഠിക്കുകയാണ്. ഓക്കെ, അവിടെ മ്യൂസിക് ഡയറക്ടർ ആവാനായിട്ട്. അതെങ്ങനെ പുള്ളിക്ക് പാട്ടുമായിട്ടുള്ള ഇങ്ങനെ ഒരു ബന്ധം വന്നേക്കാം? ഒരു പിടിയില്ല. ഞാൻ ചിക്ക പറയായിരിക്കും അത് എന്റെ കഴിവല്ലേ എന്നാണെന്നൊക്കെ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു. നോമ്പൊക്കെയാണ്. നോമ്പുതറെല്ലാം കഴിഞ്ഞു അല്ലെ? ഇക്കയുടെ അടുത്ത് ചോദിക്കാനുള്ളത് എന്തൊക്കെ വിശേഷങ്ങളാണ്, എത്ര കാര്യങ്ങളാണ് ഇക്കയുടെ അടുത്ത് ചോദിക്കാനായിട്ട്. ബാദുക്കയുടെ അടുത്തേക്ക് പോവാന്ന് പറഞ്ഞാൽ തന്നെ ബാദുക്കയുടെ വിശേഷങ്ങൾ എല്ലാവർക്കും അറിയണം, മമ്മൂക്കയുടെ വിശേഷങ്ങൾ എല്ലാവർക്കും അറിയണം, ലാലേട്ടന്റെ വിശേഷങ്ങൾ എല്ലാവർക്കും അറിയണം. പിന്നെ അങ്ങ് എല്ലാ ആർട്ടിസ്റ്റുകളുടെയും കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കും. എത്ര പേർക്കും എല്ലാവർക്കും എന്താ പറയാ ഭയങ്കര അടുപ്പമുള്ള, എന്നാ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള, എങ്ങനെയൊക്കെ അത്രയും ഇഷ്ടമുള്ള ഒരാളാണ്. ഞാൻ ചോദിച്ചിട്ട് ആദ്യം മഞ്ജുവിന്റെ അടുത്ത് തന്നെ ചോദിക്കാം. ഇത്രയ്ക്കും വലിയൊരു എന്താ പറയാ സിനിമാ താരം ഇപ്പോഴാണ് ആക്ടിങ്ങിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ഈ ആക്ടിങ്ങിലേക്ക് എത്തുന്നതിന് മുമ്പേ തന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. വളരെ ഫേമസ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ലൈഫും ഈ ഒരു ഇതൊക്കെ നിങ്ങൾ എങ്ങനെയാ ഇതിനെ കോപ്പ് ചെയ്യണത്? കുഴപ്പമില്ല, വർക്കിനൊക്കെ ഇങ്ങനെ രാവിലെ പോകും. പിന്നെ വൈകുന്നേരം അഥവാ ദൂരൊക്കെ ആണെങ്കിൽ ഞങ്ങളെ കൊണ്ടുപോകാറുണ്ട് ഇടയ്ക്ക് ഷൂട്ടിനൊക്കെ പോകുമ്പോൾ. പിന്നെ അവർക്ക് സ്കൂൾ എക്സാം ഒക്കെ കഴിഞ്ഞ് വെക്കേഷൻ അങ്ങനെയൊക്കെ ടൈമിൽ ഞങ്ങളെല്ലാരും ഇങ്ങനെ പോവാറുണ്ട്. പിന്നെ ഇതൊക്കെ അഡ്ജസ്റ്റ് ആയി അങ്ങനെ ഇതൊരു ശീലമായി. ഓക്കെ, കല്യാണം കഴിഞ്ഞതിന് ശേഷമാണോ ഫിലിം ഫീൽഡിലേക്ക് വരുന്നത് തന്നെ? അല്ലല്ലോ, അതിന് മുമ്പേ. അതെ. അപ്പൊ അന്ന് മുതലേ ഓൾറെഡി ഈ ഫീൽഡിലാണെന്ന് അറിഞ്ഞിരുന്നിട്ട് തന്നെയാണ് അപ്പൊ നിങ്ങൾ തമ്മില് കല്യാണം കഴിക്കണതും ഒക്കെ. അപ്പൊ ഈ ഫിലിം ഫീൽഡിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാള് അപ്പൊ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ. അന്നേരം ഇപ്പം മമ്മൂക്കയായിട്ടും എല്ലാവരുമായിട്ടും നല്ല കണക്റ്റഡ് ആണ്. അപ്പോ ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. കിട്ടുന്ന സമയത്ത് അത്രയൊന്നും ആയിട്ടില്ല. അപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര വർഷമായി? 20 വർഷം. ഓക്കെ, അപ്പൊ അതിനുശേഷമാണ് അപ്പൊ ഐശ്വര്യം ഇവിടെ നിന്നാണ് അല്ലേ? ഓക്കെ, ഈ വീട്ടിൽ ഇത്ര മാത്രമൊന്നും ആയിരിക്കില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. 20 വർഷത്തിനുള്ളിൽ ഇതൊന്നും ആയിരിക്കില്ല ബാദുക്കയുടെ കയ്യിലുണ്ടാവുക. ബാക്കിയെല്ലാം എവിടെ? ഓഫീസ് എവിടെയാ? നേരത്തെ പാലച്ചൂടായിരുന്നു, ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു, കല്ലൂർ സ്റ്റേഡിയത്തിന്റെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ ബാക്കി എല്ലാ ട്രോഫികളെല്ലാം അവിടെ വെച്ചിരിക്കുകയാണ്. ഇതില് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് പറയുന്നത് ഏതായിരിക്കും? ഏറ്റവും ക്ലോസ് ടു ഹാർട്ട്? അങ്ങനെയൊന്നുമില്ല, എല്ലാം പ്രിയപ്പെട്ടത് തന്നെയാണ്. കിട്ടിയേക്കുന്ന എല്ലാം പ്രിയപ്പെട്ടത് തന്നെയാണ്. തീർച്ചയായിട്ടും അത് എപ്പോഴും നമുക്ക് കിട്ടുന്ന സമ്മാനങ്ങളെല്ലാം നമുക്ക് അങ്ങനെ തന്നെയാണ്. പക്ഷെ ചിലതിന്റെ പിന്നില് നമ്മളെ എന്നും ഓർമ്മിപ്പിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ എന്തെങ്കിലും ഒരു മെമ്മറി. അല്ല, അത് ഇപ്പൊ നമ്മള് ചെയ്ത ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇരിക്കുന്ന മുഴുവൻ നമ്മൾ വർക്ക് ചെയ്ത സിനിമകൾക്ക് കിട്ടിയ മെമന്റോസ് ആണ്. അത് 50 ദിവസം 100 ദിവസം ആഘോഷിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അത് എപ്പോഴും ഉണ്ടാവും. ഓക്കെ, അത് ഏതിന്റെ ആയിക്കാ? അത് എനിക്ക് ആരോ തന്ന ഒരു ആദരവാണ്. ഇത് കുറച്ച് സ്പെഷ്യലാണ്. അയ്യപ്പനും ഘോഷിക്കുമിടയിൽ ഒരാൾ സച്ചേട്ടനാണത്. സച്ചേട്ടൻ മരിച്ചതിന് ശേഷം എനിക്ക് ചേച്ചി സച്ചേട്ടന്റെ വൈഫ് എനിക്ക് തന്നാണത്. അതില് എനിക്കറിയാം. ഞാൻ എന്റെ കയ്യിൽ ഞാൻ ചോദിക്കാൻ വരികയായിരുന്നു. അദ്ദേഹം ഹോസ്പിറ്റലിൽ നിന്നപ്പോ ബാദുക്കയ്ക്ക് ഒരു ബർത്ത്ഡേ വിഷ് ചെയ്ത ഒരു വീഡിയോ വരെ അയച്ചിട്ടില്ലേ? അതിനെ കുറിച്ച് ഞാൻ
അത് നമുക്ക് പിന്നെ വേറൊരു ഇതിൽ തന്നെ നമുക്ക് ചോദിക്കാം. അപ്പൊ നമുക്ക് വേറെ പലരുടെയും ചോദിക്കാനുണ്ട്, അത് റിലേറ്റഡ് ആയിട്ട് അത് ചോദിക്കാം. ഓക്കെ, ഇപ്പൊ ഇതിനകത്ത് തന്നെ ഇക്കയ്ക്ക് ആദ്യം കിട്ടിയ ട്രോഫി മെമന്റോ അത് ഇതിനകത്ത് വെച്ചിട്ടുണ്ടോ, അതോ അത് ഓഫീസിൽ ഇരിക്കുന്നതിന്റെ കൂടെയാണോ? അയ്യോ, അത് ഏതാണെന്ന് ഓർക്കുന്നില്ല. ഓക്കെ, എന്നിപ്പോ ഏറ്റവും ലാസ്റ്റ് കിട്ടിയതോ? ഏറ്റവും ലാസ്റ്റ് കിട്ടിയത് ഇത് ഏറം. ആ ഓക്കെ, അജയന്റെ 2ാം മോഷണത്തിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ശരി. ഇനി നമുക്ക് ഈ വീടൊന്ന് ഇങ്ങനെ ചുറ്റിക്കറങ്ങാൻ കാണാൻ പറ്റുമോ? അങ്ങോട്ടൊന്ന് നോക്കാൻ പറ്റുമോ? ഞങ്ങൾ കാണിച്ചു തരും. എല്ലാവർക്കും എന്താണെന്നറിയോ, ഇപ്പൊ നിങ്ങളെ ബാദുക്കനെ കണ്ടു, മഞ്ജുവിനെ കണ്ടു, മോളെയും കണ്ടു കഴിയുമ്പോഴത്തേക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും അറിയേണ്ടത്, കാരണം ഇവർ സിനിമക്കാരുടെ വീടല്ലേ, ഈ വീട്ടിൽ ഇത്രയും ട്രോഫി, ഫോട്ടോസും കാര്യങ്ങളും, ഇത് നിങ്ങളൊക്കെ എങ്ങനെയാ ജീവിക്കണേ, നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ്? സാധാരണ ജീവിതം, നമ്മളൊരു സാധാരണ ജീവിതമാണ്, ഒരു സാധാരണ വീടാണ്, അല്ലാതെ ഭയങ്കര വലിയ വീടൊന്നും. ആണോ? എന്താ നമുക്ക് നമ്മുടെ പ്രേക്ഷകരിലൂടെ ഈ ഇക്കട അത് അവരുടെ ഒരു സിംപ്ലിസിറ്റി, അതുകൊണ്ട് അവർ അതങ്ങനെ പറയണം. എന്നാലും ഈ ഒരു സാധാരണ വീട്ടിൽ നിന്നുള്ള വലിയ വലിയ സിനിമകളും വലിയ നല്ല നല്ല സിനിമകളും കഥകളും ഒക്കെ ഞങ്ങൾക്കറിയാലോ. അപ്പൊ നമുക്ക് ആ കഥകളിലൂടെ ഈ വീടിന്റെ ഒരു ജേർണിയിൽ തന്നെ നമുക്ക് തുടങ്ങാം. ഇപ്പൊ 1ാം വാർഷികം ബാദുഷ, ഇതാണ് മെയിൻ. ഞാൻ തന്നെ പറ. അതേപോലെ എനിക്ക് എന്റെ ബർത്ത്ഡേ ഒക്കെ എന്ന ഗിഫ്റ്റ് ആണ്, അത് എന്റെ വാപ്പയാണ്. ശരിക്കും വേറെ ഫോട്ടോ ഇങ്ങനെ ഇതാക്കി ചെയ്തതാ. മരിച്ചു, ഞാൻ ഹജ്ജിനുമായിട്ട് അവിടെ വെച്ച് മരിക്കുമായിരുന്നു. ഓ, മോള് ജനിക്കുന്നതിന് മുമ്പേ. ഓക്കെ, ഇവരൊന്നും കണ്ടിട്ടില്ല, മഞ്ജുവൊന്നും കണ്ടിട്ടില്ല. ഓ, അപ്പൊ എന്റെ ഫോട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ വാപ്പയുടെ ബർത്ത്ഡേക്ക് നോർമലി നമ്മൾ എന്തെങ്കിലും എല്ലാവരും കൂടി കേക്ക് കട്ടിയില് മാത്രം, അല്ലെങ്കിൽ അമ്മ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കും, അത് ഞങ്ങളുടെ പേരിൽ കൊടുക്കാം. അപ്പൊ ഞാനോടത്ത് ഞാനും അവനായിട്ട് എന്തെങ്കിലും കൊടുക്കണം. അപ്പൊ ഇത് അങ്ങനെ ഒരു തിരിച്ചറിവ് തന്നിട്ട് ഈ ഗിഫ്റ്റ് എന്നാ കൊടുത്തേ? അല്ല, എന്നത്തെ ഏത് ബർത്ത്ഡേക്കാ കൊടുത്തേ? 2 years മുന്നേ. ഓക്കെ, അപ്പൊ അങ്ങനെ 2 മക്കളും ചേർന്ന് കൊടുത്ത നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആണത്. ഓക്കെ, ഈ വീട്ടിൽ വെച്ച് തന്നെയാണോ കൊടുത്തേ? ഓക്കെ, മോളുടെ ഐഡിയ ആയിരുന്നു അതോ മോൻ ചേട്ടന്റെ ഐഡിയ? ഐഡിയ. ഒരു ഇൻസ്റ്റയില് ഒരു പേജ് ഉണ്ടായിരുന്നു, കളർ പെൻസിൽസ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആദ്യത്തോട് കോണ്ടാക്ട് ചെയ്ത് അങ്ങനെ ചെയ്തു. ഓക്കെ, വെരി നൈസ്. ഭയങ്കര ഒരു സർപ്രൈസ് ആയിരുന്നില്ലേ അങ്ങനെ കിട്ടുമ്പോഴും? ഭയങ്കര ഒരു സന്തോഷം തോന്നുന്ന ഒരു ഇത്. ഇതൊക്കെ അത് ഒരു ഗിന്നസ് റെക്കോർഡ് ഒരു കാർട്ടൂണിസ്റ്റ് ഉണ്ട്, അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹം എനിക്ക് പ്രസന്റ് ചെയ്താണ്. ഓക്കെ, ഇത്രയും അങ്ങനെ ഇക്കടെ മാത്രം ഫോട്ടോ വെച്ചാ പോരാ, ഇങ്ങനെ ഒരു വേണം എന്ന് വിചാരിച്ചു വെച്ചതാണ്. ഗിഫ്റ്റ് കിട്ടിയ ആരവിടെ കൊണ്ടുവച്ച? സത്യം പറ, ഇക്കേട്ട് കൊണ്ടുവച്ചതല്ല, മഞ്ജു സ്വന്തമായിട്ട് കൊണ്ടുവച്ചതായിരിക്കല്ലേ? കിട്ടിയത് അവിടെ തന്നെ വെച്ച്. പക്ഷെ നല്ല ഫോട്ടോ, ബ്യൂട്ടിഫുൾ ഫോട്ടോ. അതാ ഈ ശരിക്കും നോക്കാനത് ഇത് മൊത്തം ഇക്കേട, അതിന്റെ ഇടയിൽ ഞാൻ ഇരിക്കട്ടെ. ഓക്കെ, ശരി. ഇനി അവിടെ നിന്ന് അങ്ങനെ പോകുമ്പോ ഇവരുടെ ഓക്കെ നിങ്ങളുടെ ഫോട്ടോസ് ഒക്കെ ഉണ്ടല്ലേ ഇതിന്റെ കൂടെ. ഓക്കെ, എണ്ണി നോക്കിയിട്ടുണ്ടോ നിങ്ങൾ? ഇല്ലല്ലോ, എണ്ണാൻ പറ്റില്ലല്ലോ അല്ലേ, അത്ര അധികമുണ്ട്. ഇത് ഏത് ഹാപ്പി ബർത്ത്ഡേക്ക് കിട്ടിയതാ? ഡിയർ കടുക്ക. അതിന്റെ കാലിട്ട് മേലെ നോക്കിയപ്പോ ഇത് ഓക്കെ. ഇതെന്താണ്? ഇത് ഏത് ബർത്ത്ഡേക്ക് കിട്ടിയ ഗിഫ്റ്റ് ആണോ പിക്ക? ഏതാണെന്ന് ഓർക്കല്ല, ആ ഷൂട്ട് കഴിഞ്ഞ സമയത്തുള്ളതാ. ആണോ? അപ്പൊ എപ്പോഴും മിക്ക നിങ്ങളുടെ ഈ സെറ്റിലൊക്കെ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്, ആർട്ടിസ്റ്റുകളുടെ ആണെങ്കിലും ഇപ്പൊ നിങ്ങളെ പോലെ ടെക്നിക്കൽ സൈഡിലുള്ളവരുടെ ഒക്കെ ബർത്ത്ഡേ ഷൂട്ടിന്റെ സമയത്ത് വരുമ്പോ നിങ്ങൾ അത് എപ്പോഴും സെലിബ്രേറ്റ് ചെയ്യും അല്ലേ? അത് ഏത് ടെക്നീഷ്യന്റെ ആണെങ്കിലും നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യും. ഓ, അപ്പം അതിന് എങ്ങനെ ഇപ്പൊ ഷൂട്ട് വെക്കുമ്പോ ഈ മാസം ആരുടെങ്കിലും ബർത്ത്ഡേ ആണെന്ന് ബൈ ചാൻസ് അറിയുമ്പോഴാണ് നിങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്ത് വെക്കോ? അല്ലല്ല, നമ്മളതൊന്നും അന്വേഷിക്കില്ല. ചിലപ്പോ ഇപ്പൊ ഒരു ആർട്ട് ഡിപ്പാർട്ട്മെന്റിലുള്ള ഒരാളാണെങ്കിൽ ആ ആർട്ടുകാര് അടുത്ത നാളെ അവന്റെ ബർത്ത്ഡേ നമ്മളോട് ഇങ്ങനെ ഒന്ന് പറയും, നമ്മളത് സെറ്റ് ചെയ്യും. ഏത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അവരിങ്ങനെ അറിയുന്ന അനുസരിച്ച് നമ്മളത് സെറ്റ് ചെയ്ത് നോക്കും. അങ്ങനെ ഇക്കയുടെ ഓർമ്മയില് ഏതെങ്കിലും സിനിമ ലൊക്കേഷനിൽ വെച്ചിട്ട് ഇക്കയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തത് ഒരുപാട് ലൊക്കേഷനിലുണ്ട്. ഏറ്റവും കൂടുതൽ സർപ്രൈസ്ഡ് ആയതോ അല്ലെങ്കിൽ മമ്മൂക്കാടെ ലൊക്കേഷനിലാണ് ഏറ്റവും കൂടുതൽ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തേക്കണത്. ഏറ്റവും ലാസ്റ്റ് റോഷാക്കിന്റെ സെറ്റിലായിരുന്നു.
ഓക്കെ, അപ്പൊ നിങ്ങളും കൂടെ പോവോ അന്നത്തെ ദിവസം? ഞങ്ങളില്ല. അത് ഇവര് ഒരു കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ സ്ഥലത്ത് വീണ്ടും പോണം. അപ്പൊ ഞങ്ങളിങ്ങനെ ഓടി നടക്കും. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ നമുക്ക് ഇവിടെ ലാലേട്ടന്റെ കൂടെയുള്ള ഫോട്ടോ, മമ്മൂക്കയുടെ കൂടെയുള്ള ഫോട്ടോ. ഇതൊക്കെ ചോദിക്കട്ടെ ഇക്ക, നമ്മളിപ്പോ എല്ലാവരും ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മമ്മൂക്കയ്ക്ക് അസുഖമാണ്, ഇതാണ് എല്ലായിടത്തും ഇപ്പൊ എല്ലാവർക്കും അറിയാലോ, ഇപ്പൊ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇക്ക എന്ന് പറഞ്ഞാൽ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞൊരു കാര്യമാണ്, മമ്മൂക്കയ്ക്ക് ഏറ്റവും അടുപ്പമുള്ള 5 പേര്, വെറും 5 പേരുടെ പേരിനകത്ത് തീർച്ചയായിട്ടും ഒരാള് ഇക്കയാണ്. ബാദു ഇക്ക എന്ന് പറയുന്ന ആളുടെ പേര് എന്തായാലും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ചോദിക്കട്ടെ, ഇക്കയ്ക്ക് ഇതിങ്ങനെയൊക്കെ ന്യൂസ് അറിഞ്ഞപ്പം ഇക്ക വിളിച്ചിരുന്നോ? എന്താ ഇക്ക ഇതിന്റെ പിന്നിലത്തെ സത്യം? ഞാൻ ഇതുവരെ വിളിച്ചിട്ടില്ല. ഓക്കെ, പക്ഷെ നമുക്ക് കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് വിളിച്ചിട്ടില്ല. ഓക്കെ ഓക്കെ. അപ്പൊ ഇതിന്റെ പിന്നിലൊക്കെ ഉള്ള ഈ പറയുന്ന അത്രയും സീരിയസ് പ്രശ്നങ്ങളൊന്നുമില്ല, ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട് സാധാരണ ആൾക്കാർക്ക് വരുന്ന പോലെ തന്നെ. അതിന്റെ ട്രീറ്റ്മെന്റിലാണ്. അതിപ്പോ എല്ലാം ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത മാസം തന്നെ നമുക്ക് അഭിനയിക്കാനായിട്ട് നോമ്പ് കാരണമാണ് മെയിൻ ആയിട്ട് ഇപ്പൊ അഭിനയിക്കാതിരിക്കുന്നത്. നോമ്പിന് അടുത്ത മാസം മറ്റേ ഈ മഹേഷ് നാരായണന്റെ പടത്തിൽ ജോയിൻ ചെയ്യും. ഓക്കെ. അപ്പൊ ആ ഒരു ഡൗട്ടും കാര്യങ്ങളെല്ലാം എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. പിന്നെ ലാലേട്ടന്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോ കണ്ടില്ലേ, അത് ഏത് സെറ്റിൽ എടുത്തതാണ്? ഡ്രാമ. ഓക്കെ. ഇതുവരേക്കും മലയാള സിനിമയുടെ ചരിത്രത്തില് ഇത്രയധികം ഇപ്പോഴേ ടിക്കറ്റ് എല്ലാം ഫുള്ളായി പ്രീസെയിൽ ഇത്രയധികം റെക്കോർഡ് സൃഷ്ടിച്ച ഫസ്റ്റ് മൂവിയാണ് എമ്പുരാൻ. അപ്പൊ ലാലേട്ടനായിട്ടുള്ള ബന്ധം വെച്ചിട്ടും ഇങ്ങനെയാണ് ഇപ്പത്തെ മലയാളത്തിൽ ഇത്രയും ആൾക്കാർ വെയിറ്റ് ചെയ്യണമെന്നൊക്കെ അറിയുമ്പോഴത്തെ ഒരു പ്രൊഡ്യൂസർ എന്നുള്ള ഒരുപാട് സന്തോഷമാണ്. കാര്യം ആ സിനിമ ബമ്പൻ ഹിറ്റ് അടിക്കണമെന്നുള്ള പ്രാർത്ഥനയിലാണ് നമ്മളൊക്കെ. കാരണം വേറൊന്നുമല്ല, മലയാള സിനിമ അത് ഹിറ്റായി കഴിഞ്ഞാൽ ഇനി വരുന്ന സിനിമകൾക്കെല്ലാം അതിന്റെ ഗുണങ്ങൾ ഉണ്ടാവും. തീർച്ചയായിട്ടും അല്ലേ. നമ്മൾ ഈ 2024 ലാസ്റ്റിൽ കുറച്ച് പടങ്ങൾ ഹിറ്റായപ്പോൾ മലയാള സിനിമ മുമ്പോട്ട് കയറിയിരുന്നു. പക്ഷെ 2025 തുടക്കം മുതൽ വീണ്ടും നമ്മൾ ഡൗണിലോട്ട് പോയി. ഇപ്പൊ ഈ സിനിമയുടെ ഹൈപ്പ് എന്ന് പറയുന്നത് ഇപ്പൊ മലയാളത്തിൽ മാത്രമല്ല, ഇന്ത്യ മൊത്തം, ലോകം മുഴുവൻ നല്ല ഹൈപ്പിലാണ്. ആ ഹൈപ്പിന്റെ അനുസരിച്ച് ആ വിജയ സിനിമയ്ക്ക് ഉണ്ടായാൽ ഇനി വരുന്ന സിനിമകൾക്കെല്ലാം അത് ഒരുപാട് ഉപകാരമായിരിക്കും. പക്ഷെ ഇത്രയും ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പൊ ഒരു ലേമൻ എന്നുള്ള രീതിയിൽ നമ്മൾ തന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, ടിക്കറ്റ് കിട്ടുന്നില്ലാത്തതിന്റെ വിഷമം വേറെ. അപ്പൊ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന, ഇപ്പൊ ഇക്കയ്ക്ക് അറിയാം, ഇക്ക ഒരു പ്രൊഡ്യൂസറും കൂടി ആണല്ലോ, ഇതിന്റെ പിന്നില് അവരനുഭവിക്കുന്ന ഒരു പ്രഷർ, ഒരു ടെൻഷൻ എന്ന് പറയുന്നത് ഓരോ നിമിഷങ്ങളും അതെങ്ങനെയായിക്ക? അത് ഭയങ്കര, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു പ്രഷറാണ്. അത് എന്റെ ടെൻഷനൊന്നും ഭയങ്കര ഇപ്പൊ വലിയ സിനിമയായാലും ശരി, ചെറിയ സിനിമയായാലും ശരി, അതിന്റെ പിന്നിലൊരു ടെൻഷൻ. ഇപ്പൊ റിലീസിന് മുമ്പ് ഈ സിനിമ എന്തായി തീരുമെന്നുള്ളൊരു ടെൻഷൻ എല്ലാവർക്കും ഉണ്ടാവും. അത് പ്രൊഡ്യൂസർമാർക്കാണ് ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉണ്ടാവുന്നത്. ഓക്കെ. അങ്ങനെ നമ്മുടെ ബാദുക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ചിരുന്ന ഇക്കയുടെ ഏത് മൂവിക്ക് വേണ്ടിയിട്ടാ മോൾക്കറിയാമോ? അച്ഛൻ ഏറ്റവും കൂടുതൽ ടെൻഷനും പ്രഷറും സത്യം ആണോ? കാര്യമാണോ? അതിനായിരുന്നോ ഏറ്റവും കൂടുതൽ ടെൻഷനും? എങ്ങനെയാണ് മഞ്ജു ഇക്ക പൊതുവെ ടെൻഷനും ഇത്തരത്തിലുള്ള പ്രഷറൊക്കെ വരുമ്പോ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ? അറിയിക്കത്തില്ല, ചിരിച്ചുകൊണ്ട് ഹാൻഡിൽ ചെയ്യും. ആണോ? ഇക്ക വീട്ടില് ഇവര് വിഷമിക്കും എന്നോർത്തോണ്ട് ഇവരോട് പറയാത്തതും അതുപോലെ തന്നെ സുഹൃത്തുക്കളുടെ അടുത്തും പറയാതെ? അങ്ങനെയല്ല, അങ്ങനെ സ്വയം. ആണോ? അപ്പൊ ഇക്കയുടെ ഈ ഫേസിലൂടെ എനിക്കറിയാൻ പറ്റും, എന്നാലും പറയില്ല. ഓ, എല്ലാം ഉള്ളിലൊതുക്കിയാണല്ലോ. ഓക്കെ, നമുക്ക് വീട് ഒന്നും കൂടെ കാണാം. ഓക്കെ. ഇവിടെ ഈ വീട് ഇപ്പൊ വെച്ചിട്ട് എത്ര നാളേക്കാണ് നിൽക്കാം? 8 വർഷം കഴിഞ്ഞു. പക്ഷെ ശരിക്കും മിക്കയുടെ നാട് അരൂര്. അപ്പൊ ഈ വീട് ഇതിന് താമസിക്കാൻ തുടങ്ങിയിട്ട് ഇല്ല, ഞാനിവിടെ എറണാകുളം വന്നിട്ട് 25 വർഷമായി. ഞാനിങ്ങനെ കുറെ സ്ഥലങ്ങളിൽ ഇങ്ങനെ വാടകയ്ക്ക് താമസിക്കായിരുന്നു. അതിന് 8 വർഷം മുമ്പാണ് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നത്. ഈ വീട് മഞ്ജുവിന്റെ സ്ഥലം എവിടെയാ? പത്തനംതിട്ട. ഓ, പത്തനംതിട്ടക്കാരിയാ. അപ്പൊ ഈ വീട്ടിൽ ഞാൻ കേട്ടിട്ടുണ്ട്, പട്ടണത്തിൽ ഭൂതത്തിന്റെ വീട്ടിലാണോ എന്ന് എനിക്ക് അറിയില്ല. ഈ വീട്ടിലേക്ക് ചോദിച്ചിരുന്നു സിനിമയ്ക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ട്, പക്ഷെ ഇക്ക കൊടുത്തില്ല എന്നൊക്കെ ഇങ്ങനെ കേട്ട ഒരു വാർത്ത കേട്ടിരുന്നു. അത് വെറുതെ സിനിമ ആരും ഷൂട്ടിങ്ങിന് ചോദിച്ചിട്ടില്ല. ഓ, വേറൊരു കാര്യമുണ്ട് ഈ വീട്ടിലേക്ക്. ബാദുക്കയുടെ വീട്ടിലൊരു ഗോൾഡൻ വാൾ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടല്ലോ, സ്വർണം പതിഞ്ഞ ഒരു ഭിത്തി. അത് ഏതൊരു ഇവിടെ തന്നെ ഇത് മൊത്തം ഡിസൈൻ ചെയ്തേക്കണ. ആഹാ. അപ്പൊ അവിടെ ഞങ്ങളെ പറ്റിക്കാനുള്ള ഡിസൈൻ എന്താ ചെയ്തിരിക്കണേ? അങ്ങനെ ഉദ്ദേശിച്ചത് മറ്റേ ഇൻകം ടാക്സ് റെയ്ഡ് വന്നതിന് ശേഷം പറഞ്ഞതായിരിക്കാം. ആണോ? ഞാൻ എങ്ങനെയൊക്കെയോ വീട്ടിൽ സ്വർണത്തിന്റെ ഒരു ഭിത്തിയുണ്ട്. അപ്പൊ ഞങ്ങളൊക്കെ നമുക്കത് സ്വർണത്തിന്റെ ഭിത്തി അത് എവിടെയാണെന്ന്. ഓക്കെ. പിന്നെ ഇത് ഇനി അങ്ങോട്ട് അത് കിച്ചണാണ്. ഇത് ഉമ്മാടെ റൂമാണ്. ഇത് ഉമ്മാടെ റൂം. ഇപ്പൊ ഹോസ്പിറ്റലാണ്. ഓ
ഉമ്മയുടെ റൂമാണ്, ഉമ്മ ഹോസ്പിറ്റലിലാണ്. ഉമ്മയ്ക്ക് എന്ത് പറ്റിയിട്ട്? ശ്വാസം മുട്ടലും കുറച്ച് പ്രശ്നമാവും, കുറെ ദിവസമായിട്ട് ഹോസ്പിറ്റലിലാണ്. ഓക്കെ. അപ്പൊ ഇപ്പൊ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ഇരുന്നേനെ ഇങ്ങനെ നോക്കി. ആണോ? ഓക്കെ. അത് വാപ്പച്ചിയുടെ ഫോട്ടോ. ഓക്കെ ഓക്കെ. മോള് വരയ്ക്കോ? ഇല്ല ഇല്ല. അവള് ഡാൻസ് ആണോ? ഡാൻസ്, പാട്ട് എല്ലാം ഉണ്ട്. അപ്പൊ സിനിമയിലേക്ക് താല്പര്യമുണ്ടോ? ഇൻഷാല്ലാ. അപ്പൊ താല്പര്യമുണ്ട്. ഗ്രീൻ സിഗ്നൽ ആണോ? വാപ്പയുടെ ഫിലിമിൽ ഞാൻ ചെയ്യില്ല. കാണിക്കാൻ പാടില്ലായിരിക്കും അല്ലേ? കാണിക്കാനോ? കാണിക്കാം. പെറ്റ് ഇത് എത്ര നാളായിട്ടുള്ള? ഇത് 10 ദിവസമായപ്പോ കൊണ്ടുവന്നതാ. പേര് നിങ്ങൾ എന്ത് പേര് വിളിക്കണേ? മിട്ടു. ഞാൻ വിളിക്കാറില്ല. മിട്ടു. നമുക്ക് ഇഷ്ടമല്ല. ഇഷ്ടമല്ല. പിന്നെന്താ ഇതൊക്കെ മഞ്ജുവിന്റെ? എനിക്കിതൊരു അമ്മ ഗിഫ്റ്റ് ചെയ്തതാ. ആണോ? വേറെ പെറ്റ്സ് ഉണ്ടോ ഇവിടെ? രണ്ടെണ്ണം ഉണ്ടോ? ഓക്കെ. ഇതാണ് മൂന്നാമത്തെ ആള്. കടിക്കോ? ഇല്ല, ഫുഡ് കൊടുക്കാൻ വേണ്ടിട്ടാ. ആണോ? കഴിക്കാൻ സമയമായിട്ടുണ്ടാവും. വധുക്ക് ഇഷ്ടമാണ് ഇങ്ങനെ പെറ്റ്സിനെയൊക്കെ കാണുന്നത് ഇഷ്ടമാണ്. തുടങ്ങുന്നതൊന്നുമില്ല, ദൂരെ നിന്നിട്ടുള്ള ആസ്വദിക്കലേ ഉള്ളൂ അല്ലേ? ഞങ്ങള് സ്വർണ്ണഭിത്തി കാണിച്ചു തന്നെ വന്ന് ആരുടെ ക്രിയേഷൻ ആയിരുന്നു സ്വർണ്ണത്തിന്റെ ഭിത്തി? അത് അവരായിട്ടുണ്ടാക്കിയതാന്ന് തോന്നുന്നു. ആണോ? മോൾ ഓടുന്നുണ്ട്, സ്വർണ്ണ ഭിത്തി മറയ്ക്കാനാണോന്ന് അറിയില്ല. മറക്കാനല്ല, എന്റെ റൂമിലൊക്കെ. ഓക്കെ ഓക്കെ. ഇല്ല, നമ്മള് ബെഡ്റൂമിലേക്ക് കയറുന്നില്ല. ഇതാണ് പറഞ്ഞ ഭിത്തി. അങ്ങനെ ഒരു പേര് വന്ന് ബാദുഷയുടെ വീട്ടിലേക്കാണ് രമ്യ ഹോം ടൂറിന് പോണേ. അവിടെ ഒരു സ്വർണ്ണ റെയ്ഡ് വന്നപ്പോ അവര് ഇത് പൊളിക്കണോന്ന് പറഞ്ഞു. ഇതിനുള്ളില് നിധി വല്ലതും ഉണ്ടോ? അവര് തന്നെ പരാജയപ്പെട്ടു പോയി. എന്നിട്ട് അവരത് പൊളിച്ചാ? ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. പറയാൻ പറ്റൂല. നിധികളോ ട്രഷർ എവിടെയെങ്കിലും ഉണ്ടാവും. ഓക്കെ. ഇതിനാണ് ആ സ്വർണ്ണ ഭിത്തി എന്ന് പറയപ്പെട്ട ഭിത്തിയാണ് നമ്മളിപ്പോൾ കാണുന്ന ഈ ഭിത്തി. ഓക്കെ. ഇതാണ് ഇക്കടെ ബെഡ്റൂം. ബെഡ്റൂം. ഓക്കെ. പ്രൈവസി അങ്ങോട്ട് നമുക്ക് ഇങ്ങനെയൊന്നും ഇല്ല. അതൊക്കെ മലയാള സിനിമയിൽ തന്നെ എല്ലാരും ഇഷ്ടത്തോടെ നിൽക്കുന്ന, എല്ലാവർക്കും വളരെ അടുപ്പം തോന്നുന്ന ഒരാളാണ് നമ്മുടെ ബാദുക്ക. ബാദുക്കയുടെ ബെഡ്റൂം ആണ്. കണ്ടോളൂ, ഇവിടെയാണ് ബാദുക്ക. ഷൂട്ടിന് പോകുമ്പോ ഇവിടെ നിന്ന് ഉറങ്ങി എണീറ്റ് റെഡി ആയിട്ടാണ് ബാദുക്ക പോണത്. ഓക്കെ. ഈ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ, സാധാരണക്കാർക്ക് എല്ലാവർക്കും സിനിമയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരോടും തോന്നുന്ന ഒരു ഇഷ്ടവും ഒരിതും ഇത്തരത്തിലുള്ള ഒരു സ്നേഹം ഇക്കയ്ക്കും പുറത്തേക്ക് ഇറങ്ങുമ്പോ തീർച്ചയായിട്ടും പലരുടെ അടുത്തൊന്നും ഫീൽ ചെയ്തിട്ടുണ്ടാവും. എങ്ങനെയൊക്കെ ആ ഒരു ഫീൽ വരുമ്പോ? നമുക്കൊരു സന്തോഷമാണ്. നമ്മളെ ആൾക്കാരെ തിരിച്ചറിയുന്നതും നമ്മളെ ഇഷ്ടപ്പെടുന്നതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഓക്കെ. ഇക്ക എന്തുകൊണ്ട് ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ ആയിട്ട് വന്ന ഒരാളാണ്, അവിടെ നിന്നും പ്രൊഡ്യൂസറായി ഇപ്പൊ ഇക്കഥ സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങുന്നു. അതിന്റെയൊക്കെ അത് ആഗ്രഹിച്ചിട്ട് തന്നെയാണ് ഇക്ക തുടങ്ങിയപ്പോ തന്നെ വന്നേ? അഭിനയം ആഗ്രഹിച്ചാണ് ഈ ഫീൽഡിലോട്ട് വന്നത്. അപ്പൊ വൈകി വന്ന വസന്തം എന്ന് പറയാം അല്ലേ? അല്ല, അത് ഇപ്പൊ നിങ്ങൾ ആരുടെ അടുത്ത് പോയാലും ഒരു 70-80% ആൾക്കാരും സിനിമയിലോട്ട് വന്നേക്കുന്നത് അഭിനയിക്കാൻ ആഗ്രഹിച്ചിട്ട് തന്നെയാണ്. ഇവിടെ വരുമ്പോൾ അത് അല്ലാതെ വരുമ്പോഴാണ് വേറെയുള്ള മേഖലകളിലോട്ട് മാറിപ്പോകുന്നത്. ഓക്കെ. അപ്പൊ ഇങ്ങനെ അഭിനയം ഇപ്പൊ കുറെ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. മഞ്ജുവിന് എങ്ങനെയാ, താല്പര്യമാണോ? പൊക്കോളൂ. ആ ഒരു ഞാനും പോവാറുണ്ട്. നേരത്തെ ഡയലോഗ് ഒക്കെ എനിക്ക് ഞാൻ എക്സ്പ്രഷൻ ഒക്കെ ഇട്ട് തരാന്ന് പറയാം, പഠിപ്പിച്ചു തരാം അല്ലേ? കറക്റ്റ് ആയിട്ട്. ഓക്കെ. അപ്പൊ ഫുൾ സപ്പോർട്ട് ആണല്ലോ. അപ്പൊ ഈ മക്കളെ ഇപ്പൊ മോന് മ്യൂസിക് ഫീൽഡിൽ തന്നെയാണ്, മോൾക്കും അവളൊരു ഇങ്ങനെ ചാഞ്ചാടത്തിൽ നിൽക്കാണ്, സിനിമയിലേക്ക് പോവാം അല്ലെങ്കിൽ വരാം എന്നുള്ള ഇതിലാണ്. നിങ്ങൾക്ക് എങ്ങനെയാ പേഴ്സണലി അവള് മോളും സിനിമയിലേക്ക് വരുന്നതിനോടുള്ള അഭിനയിക്കാൻ ലാൽ ബഹദൂർ ശാസ്ത്രിയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അവൾക്ക് ഇപ്പൊ നല്ലൊരു ക്യാരക്ടർ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ട്. +2 കഴിഞ്ഞിട്ട് പിന്നെ അച്ഛന്റെ കയ്യിൽ പൂത്ത കാശാണ്. അച്ഛൻ എനിക്ക് വേണ്ടിട്ട് ഒരു സിനിമ ചെയ്യാൻ ഇഷ്ടമല്ല അത്. അച്ഛന്റെ അവൾ അങ്ങനെ ഓഹോ ഭയങ്കര ഡിമാൻഡ് ആണല്ലോ ഇപ്പോഴേ. അപ്പൊ വലിയ ആളെ കഴിഞ്ഞാൽ ഇക്ക വെയിറ്റ് ചെയ്ത് വരുമ്പോളെ അച്ഛൻ അതെന്താ അച്ഛന്റെ സിനിമയില് ചെയ്യാൻ ഇങ്ങനെ വേണ്ടല്ല? അച്ഛന്റെ പേര് വെച്ച് അഭിനയിക്കാൻ കേറുന്ന ടൈമില് വേറെ ഏതിലും നല്ലതിൽ കയറി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ പിന്നെ
ഇപ്പൊ അപ്പം ചെയ്യുന്ന പടായോണ്ട് മോക്ക് വേഷം കൊടുത്ത് അങ്ങനെ സാധനം നമുക്ക് വേണ്ട. ആ ഒരു ചിന്ത. ദുൽഖർ സൽമാൻ നിങ്ങളും ഇപ്പൊ അച്ഛൻ ഇത്ര അടുപ്പുണ്ടല്ലോ മമ്മൂക്കൊക്കെ ആയിട്ട്, അപ്പൊ നിങ്ങൾക്കും എന്താ പറയാ സാധാരണ ആരെക്കാട്ടിലും വളരെ ഈസിയാണ് നിങ്ങൾക്ക് മമ്മൂക്കയുടെ വീട്ടിലേക്ക് എത്തുക, അല്ലെങ്കിൽ അവരുടെ കൂടെ സംസാരിക്കുക? എങ്ങനെയാ ആ ഒരു മൊമെന്റ് ഒക്കെ നിങ്ങള് പോവാറുണ്ട്? മമ്മൂക്കയുടെ അവിടൊക്കെ ഇവിടെ പോവാറുണ്ട്. ആണോ? എങ്ങനെയാ സംസാരിക്കും? എനിക്ക് മനസ്സിലാവില്ല, ഇത് ആക്കുന്നതാണ് സീരിയസ് ആയിട്ട് പറയണത് മനസ്സിലാവില്ല, ഞാൻ മിണ്ടാണ്ടിരിക്കും. ലാസ്റ്റ് എന്ത് പറഞ്ഞു നിന്നെ? ലാസ്റ്റ് ഇപ്പൊ നമ്മൾ ആളുടെ കല്യാണത്തിന് പോയ ടൈം ഉണ്ടായിരുന്നു. അപ്പൊ മമ്മൂട്ടിയങ്കൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അടുത്ത് ചെന്ന് ഞാൻ പറഞ്ഞു വാപ്പിയുടെ അടുത്ത് എനിക്ക് പോകണ്ട, ഞാൻ ഇവിടെ നിന്ന് നോക്കോളാം, എനിക്ക് പേടിയാന്ന് പറഞ്ഞു. വാപ്പി കൊണ്ടുപോയിട്ട് പറഞ്ഞു ഇതാ ഇവക്ക് കാനെ പേടിയെന്ന് പറഞ്ഞു. എന്താടി അല്ലേ എനിക്കെന്നെ പേടിയാണ്? ഈ പേടിയൊന്നുമില്ല, പിന്നെന്താന്ന് ചോദിച്ചു. ഓക്കെ, മനുഷ്യന് തോന്നുന്ന ഒരു ഫീലോ കാണുമ്പോ ജസ്റ്റ് ചിരിക്കും, അത്രേ ഉള്ളൂ. അല്ല, ഇപ്പൊ ഇക്കയുടെ നിങ്ങൾ സെറ്റിലെല്ലാം പോവാറുണ്ട്, ഇത്രയും ആൾക്കാരുടെ കൂടെ എല്ലാം കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ഇടപെടാൻ പറ്റുന്നുണ്ടല്ലോ. ഏറ്റവും കൂടുതൽ മനസ്സിന് അടുപ്പം തോന്നിയിരിക്കുന്നത് ആരുമായിട്ടായിരിക്കും? കൂടുതലും ഫാമിലിയാ. ഞങ്ങൾ കൂടുതലും ധർമ്മേട്ടൻ ഫാമിലിയായിട്ടാ ഞങ്ങൾ നിങ്ങൾ കാണാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്? ഞങ്ങൾ കാണാറുണ്ട്. ആണോ? ഓക്കെ ഓക്കെ. ഇനി ഇത് മക്കളുടെ റൂമും ഞങ്ങൾ കാണട്ടെ മേക്കപ്പ് ഒക്കെ, റീൽസ് ഷൂട്ട് ഇതൊക്കെ നടക്കണം. റീൽസ് ഒക്കെ ഇവിടെ അത് കണ്ടു തോന്നില്ല, അത് ഞങ്ങൾ ഒരു കോർണർ മാത്രം എടുക്കലുള്ളൂ. ഞങ്ങൾ ഇന്ന് എല്ലാം പൊളിക്കുമ്പോളെ അങ്ങനെ നമ്മുടെ ബാധുക്കളുടെ മോള് റീൽസ് ഒക്കെ എടുക്കുന്നത് ഈ റൂമിൽ നിന്നാണ്. ആൾക്കാരും എടുക്കലുണ്ട്, അവിടെ നോക്കാം. മോള് പെട്ട് അവള് വിചാരിച്ചില്ല. നിന്റെ മേക്കപ്പ് ഐറ്റംസ് ഒക്കെ ഇവിടെ ഞങ്ങൾ കൂടെ ഒരു ബ്ലഷ് എനിക്ക് ലിപ്സ്റ്റിക് എവിടെ കാണാൻ? അത് ലിപ്സ്റ്റിക് അമ്മടയിലായിരുന്നു പറയുന്നത്. അമ്മയുടെ ഒരു പെട്ടുണ്ട്. ടിപ്പിക്കൽ നമുക്കറിയാലോ, +1 പഠിക്കുന്ന കുട്ടിയാ. അവൾക്ക് ഇതിനോടുള്ള ഇങ്ങോട്ട് വരും, അവൾക്ക് അതിനോടുള്ള ഇഷ്ടവും താല്പര്യവും ആ ഒരു ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ഇതാണോ ഐഡിയ നോക്കണേ? ഭയങ്കര കോൺഷ്യസ് ആണോ? ബ്യൂട്ടി കോൺഷ്യസ്? എവിടെ റെഡി ആവണമെങ്കിൽ പെട്ടെന്ന് ഇതുപോലെ എന്തെങ്കിലും ഇട്ട് ജസ്റ്റ് മുടി കഴിച്ചിട്ട് ലിപ്സ്റ്റിക് ഇട്ട് പോകും. ഓക്കെ, ഇതാണ് ലോകം, കുട്ടി ലോകമാണിത്. ഇനി ചേട്ടന്റെ ലോകം കൂടെ കാണിച്ചു തന്നെ. ചേട്ടന്റെ ലോകം അമ്മ അടിച്ചു മാറ്റി. അമ്മ അടിച്ചു മാറ്റി. അമ്മയാണോ ഇപ്പൊ അവിടെ കൈകാര്യം ചെയ്യണേ? പ്രായം അനുസരിച്ച് റൂം പണിഞ്ഞു ആണ്. മോള് പെട്ട് അവൾ അതിന്റെ ഷോക്കിലാണ്. ഫോണും അങ്ങനെ വാങ്ങിത്തരാ? ആണോ? പ്രായം അനുസരിച്ച് ചെറുത് മതി എന്ന് പറയും. അപ്പൊ ചേട്ടൻ ആദ്യം നല്ല ഫോൺ കിട്ടും, ചേട്ടൻ ഉപയോഗിച്ച് ഫോണാണോ നിനക്ക് കിട്ടുക? ഇതാണ് ആദ്യമായിട്ട് എനിക്കായിട്ട് കിട്ടിയത്. അതിന് മുന്നേ ഞാൻ യൂസ് ചെയ്ത ഫോൺ അവന്റെ ആണല്ലേ? അപ്പൊ എപ്പോഴാണ് ഈ പുതിയ ഫോൺ സ്വന്തമായിട്ട് കിട്ടിയത്? ലാസ്റ്റ് ഇയർ ബർത്ത്ഡേക്ക്. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോ? അപ്പൊ 10th കിട്ടി. ഓക്കെ. ഇപ്പത്തെ പിള്ളേരെല്ലാരും ഈ ടെക്നോളജിയും ഇതൊക്കെ ആയിട്ട് ഭയങ്കര നമ്മളെക്കാട്ടിലും അവർക്ക് എല്ലാം അറിയാം, അവർ അപ്ഡേറ്റഡ് ആണ്. ഈ ഒരു ഇപ്പത്തെ കുട്ടികൾ ടൂ മച്ച് സോഷ്യൽ മീഡിയയും ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു പാരന്റ് എന്നുള്ള രീതിയിലും ഇപ്പൊ ഇതൊക്കെ നിങ്ങളുടെ ഒരു പ്രതികരണം, നിങ്ങളുടെ ഒരു നമ്മളതിലെല്ലാം സപ്പോർട്ടാണ്, റീൽസ് ഒക്കെ ചെയ്തിടും. അതിപ്പോ അവരുടെ കാലമാണ്, നമ്മുടെയൊക്കെ കാലം പോയി, ഇനി അവരാണത് മുമ്പോട്ട് ഇനി പോകേണ്ടത്. ഓക്കെ. അപ്പൊ ഭയങ്കര വെൽക്കമിങ് ആയിട്ടുള്ള ഒരു അച്ഛൻ. അപ്പൊ അച്ഛനമ്മ ഭയങ്കര ഫ്രണ്ട്ലി ആണ്. കൂടുതൽ സ്ട്രിക്റ്റ് ആരാ? അച്ഛൻ പാവാണോ? ആണോ? എന്നാലും അച്ഛന്റെ ഒരു നെഗറ്റീവ് സൈഡ് പറഞ്ഞേ. വിളിച്ച വിളി കേൾക്കത്തില്ലല്ലോ, ഓടി നോക്കിക്കൊണ്ടിരിക്കുന്നു. അതെല്ലാ ആണുങ്ങളും ഉള്ളതാണ്. ഒരു അമ്മ മോശമല്ല, അമ്മ തീരെ മോശമല്ല. വാപ്പിനെ 2ാമത്തെ പ്രാവശ്യം വിളിച്ച വാപ്പി വിളി കേൾക്കും. അമ്മ ഇങ്ങനെ പറയും, അതുണ്ടല്ലോ ഇന്നലെ ഞാൻ വന്നോ പിന്നെ പറയില്ല, പിന്നെ പോയിരിക്കും. എപ്പോഴും അങ്ങനെയാണ്, അതൊരു യൂണിവേഴ്സൽ ഇതാണ്. അച്ഛന്മാരുടെ പെറ്റാണ് പെൺകുട്ടികൾ അച്ഛന്മാരെ ഫേവർ ചെയ്തേ സംസാരിക്കൂ. ഓക്കെ. ഇനി വേറൊന്നൊരു മോനെ പറ്റിച്ച കഥ എന്തോ കേട്ടിട്ടുണ്ട്. അതിന്റെ മോനെയല്ല, ബാധുവിനെ പറ്റിച്ചതാ. ഇവരെല്ലാം കൂടി എന്നെ പ്രാങ്ക് ചെയ്ത
ഞാൻ തിരിച്ചങ്ങോട്ട് അപ്പൊ തന്നെ കൊടുത്ത്. ആ ഇൻസിഡന്റ് എന്തോന്ന് പറഞ്ഞു, എനിക്കത് ക്ലിയർ ആയിട്ട് അറിയില്ല. അത് ഇവരൊപ്പിച്ച പണിയാ. അതെന്തായിരുന്നു, എപ്പോഴായിരുന്നു സംഭവം? ഒരു 4 years ആയി തോന്നുന്നു. കിച്ചു KL പ്രാങ്ക് എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പൊ ആ ചേട്ടനായിട്ട് ഞാൻ ഇങ്ങനെ കോണ്ടാക്ട് ചെയ്തു. അപ്പയുടെ ബർത്ത്ഡേയുടെ മുന്നേ നമുക്ക് ഇതുപോലെ ഒരു പ്രാങ്ക് കൊടുത്തിട്ട് ബർത്ത്ഡേയുടെ അന്ന് നമുക്ക് ആ വീഡിയോ അപ്ലോഡ് ചെയ്യാന്നുള്ളൊരു മൈൻഡായിരുന്നു. അങ്ങനെ കിച്ചുവിനെ കോണ്ടാക്ട് ചെയ്തു. പാപ്പയുടെ ഒരു കൂടെയുള്ള ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു. ആ ചേട്ടന്റെ കൂടെ ഞാൻ ആ ചേട്ടനെ കോണ്ടാക്ട് ചെയ്ത് എന്നിട്ട് ഇവര് മീറ്റ് ആക്കി. അമ്മയൊക്കെ കിച്ചു ചേട്ടനായിട്ട് മീറ്റ് ചെയ്ത് എന്നിട്ട് ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്തു. നമ്മള് മറ്റേ ഒരു റെസ്റ്റോറന്റിൽ പോയിട്ട് നമ്മളെല്ലാരും ഫുഡ് കഴിക്കാൻ വരുമ്പോ ആ ചേട്ടൻ വന്ന് ഇങ്ങനെ വാപ്പയുടെ അടുത്ത് മറ്റേ ആക്ട് ചെയ്യാൻ വേണ്ടിട്ട് വേഷം കൊടുക്കാൻ വേണ്ടി പറയാൻ വേണ്ടിട്ട് വരാന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്തു. പാലാരിവട്ടം ബിയോണ്ട് ബർഗേഴ്സിൽ വെച്ചിട്ട് വീഡിയോ സെറ്റ് ചെയ്ത് അവിടെ എത്തി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ചേട്ടൻ വന്നു. ചേട്ടൻ അവിടുന്ന് ഫുഡ് കഴിക്കാൻ വന്ന പോലെ വന്നു. ആൻഡ് ദെൻ ചേട്ടൻ നമ്മുടെ അടുത്ത് വന്നിട്ട് വാപ്പിയുടെ അടുത്ത് ഇക്ക എന്നെ അറിയാവോ, ഞാൻ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പുള്ളി അവിടുന്ന് എന്തൊക്കെയോ വട്ടത്തര കാണിക്കുക. ഞങ്ങൾക്ക് ചിരി വരിക, എനിക്കും അവനും ചിരി വരിക. ഞങ്ങളപ്പോ ഇങ്ങനെ ഇരിക്കും. വാപ്പി ഇത് കണ്ടോ? ഇല്ല വേറൊരാൾ അടുത്തിരുന്ന ആള് മെസ്സേജ് ചെയ്തു. ഞങ്ങളുടെ കൂടെ ഇരുന്ന ആള് ഞങ്ങൾ ചതിച്ചതാണ് പുറത്തേക്ക്. ലാസ്റ്റ് ആയപ്പോഴേക്ക് ഈ ചേട്ടൻ ഇതായപ്പോ ആ വേറെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരങ്ങൾക്ക് അറിയില്ല ഇത് പ്രാങ്ക് ആണെന്നുള്ളത്. അൻസ് എന്ന് പറഞ്ഞിട്ട് അൻസിങ്കിള് വന്നിട്ട് ഈ ചേട്ടനെ തള്ളി മാറ്റാനൊക്കെ നോക്കുന്നു. അത് ഭയങ്കര പ്രശ്നമാവണ്ടല്ലോ എന്ന് ഓർത്തിട്ട് നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ചേട്ടൻ എന്താക്കി വാപ്പിക്ക് മെസ്സേജ് ഇട്ട് ഇത് പ്രാങ്കാന്ന് പറഞ്ഞിട്ട് അവസാനം അവിടുന്ന് കൂടെ എല്ലാം കഴിഞ്ഞ് അമ്മയുടെ അഭിനയം കാണുന്നത്. അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോ വാപ്പി ഇത് പ്രാങ്കാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ വാപ്പി ഭയങ്കര ചൂടായി. ഞങ്ങളെ ചീത്ത പറഞ്ഞു. ഞങ്ങളെ രണ്ടിനെ അടിക്കാൻ വന്നു. അല്ല നിന്നെ കൂടുതൽ വഴക്ക് പറഞ്ഞു. ഞാൻ പക്ഷെ ക്യാമറ നീങ്ങുമ്പോ നാണംകേടല്ലേ ഇങ്ങോട്ട് ഞാൻ ചിരിച്ചോണ്ട് നല്ല പേടിയുണ്ട്. അതായത് ചിരിച്ച് അഭിനയിച്ചു. പക്ഷെ ലാസ്റ്റ് കഴിഞ്ഞപ്പോ ബാധ പറഞ്ഞു നിങ്ങൾ എന്നെ പ്രാങ്ക് ചെയ്തില്ല, ഇത് ഞാൻ നിങ്ങളെ ലാസ്റ്റ് എന്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു. ലാസ്റ്റ് അറിയത്തില്ലായിരുന്നു ഇത് പ്രാങ്ക്, ഇത് ബാധ തിരിച്ചു ചെയ്യാന്നുള്ളത്. അത് കണ്ടിട്ട് ഞങ്ങള് ഒരൊറ്റ കോമാളി ബക്രയായത് മഞ്ജു ആണ് ശരിക്കും. ഇവളുമുണ്ട് നന്നായിട്ട്. അപ്പൊ അച്ഛനോട് ഇത് കളി വേണ്ടാന്ന് മനസ്സിലായില്ലേ? പക്ഷെ അച്ഛൻ അതുവരെ കുറച്ചു മുന്നേ വരെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇൻസ്റ്റന്റ് ആണ് ആക്ഷനും റിയാക്ഷനും ഒക്കെ. ഓക്കെ നമുക്കിറങ്ങാം. ചിലവർക്കൊരു വിശ്വാസമുണ്ട്. നമ്മള് ഇപ്പൊ ഇത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ള കുറേ മൂവീസ് ചെയ്തിറങ്ങുമ്പോഴേ നമ്മൾ എങ്ങനെയോ അറിഞ്ഞോ അറിയാതെ ആണെങ്കിലും നമ്മുടെ മനസ്സിലേക്ക് വരും ഇന്ന വീട്ടിൽ നിന്നാണ് ഞാൻ ആ ലൊക്കേഷനിലേക്ക് പോയപ്പോ എനിക്കെല്ലാം വളരെ ഈസി ആയിട്ട് നടന്നു. പ്രത്യേകിച്ചും അതെ മതം ഏതുമായിക്കോട്ടെ. നമ്മൾ സിനിമയിലേക്ക് വരുമ്പോൾ സിനിമാക്കാർക്ക് പൊതുവെ ചില വിശ്വാസങ്ങൾ ഭയങ്കരമായിട്ടും കൂടെ കൊണ്ടുപോകുന്ന ആൾക്കാരാ. ഇക്കയ്ക്ക് അങ്ങനത്തെ എന്തെങ്കിലും വിശ്വാസം ഇക്ക ക്യാരി ചെയ്യുന്നുണ്ടോ? ഞാൻ അങ്ങനെയുള്ള വിശ്വാസമൊന്നുമില്ല. ഇല്ല, പക്ഷെ ഈ വീട്ടിൽ വന്നതിന് ശേഷം ഒരുപാട് ഐശ്വര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാരും നാത്തുമാരും എല്ലാരും ഞങ്ങൾ ചേട്ടന്മാരും എല്ലാരും കൂടെ വന്ന് രാവിലെ ബിസ്മിയിൽ കയറി അങ്ങനെ. ഈ ഒരു ഏരിയയിൽ വീട് വെക്കാനുള്ള കാരണം എന്തെങ്കിലും? ഞങ്ങള് നാത്തുമാരെ ഞങ്ങളെല്ലാം കൂടെ സെലക്ട് ചെയ്തു. ഞാൻ നോക്കിട്ട് എല്ലാവരും നോക്കി കണ്ടുപിടിച്ചു. ഇത് ഒരു സ്ട്രക്ചർ ആയിട്ട് കിട്ടിയതാണ്. പിന്നെ ബാക്കി ഇന്റീരിയർ ഫുൾ ഇവര് ചെയ്തതാണ്. ഓക്കെ. അപ്പൊ ഇപ്പൊ പുതിയതായിട്ട് ഒരു സിനിമ വരുമ്പോഴും ഇക്ക ഈ വീട്ടിൽ നിന്ന് തന്നെ പോവാനാണോ അപ്പൊ എപ്പോഴും പ്രിഫർ ചെയ്യണത്? ഞാൻ എവിടെ നിൽക്കുന്നു അവിടെ ഇവിടെ വേറെ ഈ വീട്ടിൽ ബാധ ഇപ്പൊ ഫ്ലാറ്റിൽ പോവാന്ന് പറഞ്ഞു ഇവിടെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു കുറച്ചു ദിവസം താമസിച്ചിട്ട് ഇത് തന്നെ നമുക്ക് നല്ലത്. അവിടെ നല്ലതാ, കാണാനൊക്കെ നല്ല. എന്നാ തന്നെ ഇതാണ് നമുക്ക് എന്തുകൊണ്ടും ഹോസ്പിറ്റലാണെങ്കിലും എല്ലാത്തിനും പോയി വരാനും ഒക്കെ ഇത് തന്നെയാണ്. ഉമ്മ ഉള്ളപ്പോഴൊക്കെ അവിടെ ഹോസ്പിറ്റൽ. അതെ. ഇനി അമ്മയും പറയും വാപ്പച്ചിയും പറയും നീ റീൽസ് എടുക്കാനായിട്ട് ഡേ ടൈം വേണം അവിടെ പോയി. എനിക്ക് വീഡിയോ എടുക്കാൻ നല്ല ആംബിയൻസ്. അപ്പൊ അവിടെ പോയി വീഡിയോ എടുത്തിട്ട് നമുക്ക് തിരിച്ച് ഇങ്ങോട്ട് വരിക എന്നുള്ള രീതിയിലേക്ക് എത്തും. ഓക്കെ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഇക്ക പ്രൊഡക്ഷൻ കൺട്രോളർ ആയിട്ട് നിൽക്കുന്ന സമയത്തും അല്ലെങ്കിൽ ഒരു സിനിമയിൽ ഇപ്പൊ പ്രൊഡ്യൂസർ ആയിട്ട് നിൽക്കുന്ന സമയത്തും ആക്ടിംഗ് എന്ന് പറയുമ്പോൾ അത്രയും തലവേദനകളുള്ള ഒരു ഏരിയ അല്ല. എന്നാൽ ഇത് രണ്ടും ഇക്ക ചെയ്യുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളല്ലേ. ഏതിലാണ് ഇക്ക ശരിക്കും കൂടുതൽ പ്രഷർ അനുഭവിക്കുന്ന പോലെ തോന്നുന്നത്? എല്ലാത്തിനും നല്ലതായിട്ട് തന്നെ എടുക്കും. പക്ഷെ ഇപ്പൊ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഏറ്റവും കൂടുതൽ
ഫണ്ടിന്റെ കാര്യം ഫണ്ട് ഏൺ ചെയ്യണല്ലോ, ഓടണമല്ലോ നന്നായിട്ട്. പക്ഷെ നമ്മൾ കാണുന്നില്ല പ്രൊഡക്ഷൻ കൺട്രോൾ എന്ന് പറയുമ്പോഴും അതിലും ചില്ലറ ഇതൊന്നും അല്ല, എല്ലാം എല്ലാം A to Z എല്ലാം arrange ചെയ്യുന്ന ആളല്ലേ. അസിസ്റ്റൻസ് ഒരുപാടുണ്ടാവും. പക്ഷെ എന്നിരുന്നാലും ഫോൺ കോൾ വെച്ചിട്ട് ഉണ്ടാവില്ലല്ലോ, ഫുൾ ടൈം ഫോണില്ല. എല്ലാരും സമയത്ത് എത്തിയില്ലെങ്കിൽ എല്ലാവരുടെ ഭാഗത്തുനിന്ന് ഡയറക്ടറിന്റെ അടുത്ത് നല്ലൊക്കെ ചീത്ത കേൾക്കുന്ന ഒരാള്, ബാധുക എവിടെ ആള് അല്ലെ ബാധു ഇങ്ങനെയല്ലേ എല്ലാരും. അപ്പൊ ഉള്ള ഒരു ടെൻഷൻ എന്നൊക്കെ പറയണത് ഇതിനെയൊക്കെ എങ്ങനെയാ ഹാൻഡിൽ ചെയ്യണത്? നമ്മളവിടെ ഒരു നയത്തില് എത്ര വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞാലും ചിലപ്പോ ഒന്നും നടക്കുന്നതായിരിക്കില്ല, എന്നാലും ചെയ്യാ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ട് പോവും. അപ്പൊ ഇക്കയുടെ ഗുണങ്ങളൊക്കെ കുറെ കേട്ടു. ഇനി മഞ്ജുവിന്റെ ഭാഗത്തൊന്നും കേൾക്കട്ടെ. ബാധുക്കയിലുള്ള ഏറ്റവും നല്ല ഇഷ്ടമില്ലാത്തൊരു കാര്യം എന്താ? ഞങ്ങൾ വെച്ചിട്ടുണ്ടല്ലോ, ഇനി ഒന്ന് കേക്കട്ടെ. എന്താണ് നാട്ടുകാർക്ക് എല്ലാരും ഒന്ന് അറിയട്ടെ ഇഷ്ടമില്ലാത്ത? ഞാനത് എനിക്ക് ആ ഒരു ബിസിനസ് ഇടപെടണ്ടല്ലേ. ഇഷ്ടമില്ലാത്ത എന്താ, ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോ ബാധു കൂടെ വരുമോന്ന് ചോദിച്ചാ ഇല്ല നീ പോട്ടോ എന്ന് പറയും. ബാധു എന്തായാലും ആരെയും വിളിച്ചാൽ അപ്പൊ തന്നെ ഞാൻ റെഡി ആയി പോകും. അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളുണ്ട്. അത് ബാധുക്കെ വിളിക്കുമ്പോ ഓടി പോയിട്ടില്ലേ? ശരിയാ, അങ്ങനെ വേണ്ട. അതെ, അപ്പൊ ബാധുക്കെ ചെയ്യുന്ന പോലെ തന്നെ നീ പൊയ്ക്കോന്ന് പറഞ്ഞ് വിടണം. ഓക്കെ, ഈ സിനിമ ക്രൗഡിൽ പോകുമ്പോ ഉള്ള ഒരു എക്സൈറ്റ്മെന്റും ക്യൂരിയോസിറ്റി ഫസ്റ്റ് ഉള്ളായിരുന്നു. അങ്ങനെയൊക്കെ ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ഇല്ല, അല്ലെങ്കിൽ കുറച്ച് പൊതുവെ ഞാനിങ്ങനെ അങ്ങനെ പുറമോട്ടാണ്. ആണോ? ഇപ്പോഴാണെങ്കിലും ചെന്നാലും ലൊക്കേഷൻ ഒക്കെ ചെല്ലുമ്പോ ബാക്കിലോട്ട് തന്നെ അങ്ങ് നിൽക്കും. ആണോ? അപ്പൊ എല്ലാ സെറ്റിൽ പോകുമ്പോഴും പ്രത്യേകിച്ച് നല്ല സീനറി ഒക്കെ ഉള്ള നല്ല സീനിക് ആയിട്ടുള്ള ഒരു സ്ഥലങ്ങളൊക്കെ ചെല്ലുമ്പോ കാണുമ്പോ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഇവരെയും കൂടെ കൊണ്ടുപോകാറുണ്ടോ? എപ്പോഴൊന്നുമില്ല, ചിലപ്പോ കാലു പിടിച്ച് കെഞ്ചണം. ഇപ്പൊ പിന്നെ മെഡിസിൻ മെഡിസിൻ ഒക്കെ കൊടുക്കേണ്ടിയുണ്ട്. ആ പേരൊക്കെ പറഞ്ഞ് കൂടെ സമയത്ത് നമ്മുടെ മറ്റേ സിനിമയിലെ ശ്രീനിവാസ പറഞ്ഞല്ലേ അവിയൽ വെച്ച് തരാം അമേരിക്ക കൊണ്ടുപോകാൻ ഇൻസുലിൻ ഒക്കെ തന്നെ എടുത്തോളും, ടാബ് ഒന്നും എടുത്ത് കഴിക്കില്ല. അപ്പൊ ആ പേരൊക്കെ പറഞ്ഞ് കൂടെ അങ്ങ് കയറിപ്പോ. പിന്നെ ഇപ്പൊ മക്കളൊക്കെ വലുതായില്ലേ, അവരവരുടെ കാര്യങ്ങൾ നോക്കിക്കോളും. അപ്പൊ അങ്ങനെ സുഖമായിട്ട് കൂടെ കയറിപ്പോ. ഓക്കെ, അപ്പൊ നമ്മൾ കേട്ട വിശേഷങ്ങൾ കാര്യങ്ങളെല്ലാം ഇതാണ്. നമ്മളെല്ലാരും പുറമേ നിന്ന് കാണുമ്പോ ബാദുഷ എന്നുള്ള പേര് കേൾക്കുമ്പോ എല്ലാവർക്കും തോന്നുന്ന ഒരു ക്യൂരിയോസിറ്റി, ഒരു എക്സൈറ്റ്മെന്റ്, ഒരു സന്തോഷം. ഇതാണ് നമ്മൾ കേട്ട ആ വലിയ മനുഷ്യന്റെ ചെറിയ ലോകം എന്ന് പറയുന്നത്. നമ്മളിപ്പോ അടുത്തറിഞ്ഞൊരു കാര്യം. ഇന്നിപ്പോ നമ്മളിവിടെ മിസ് ചെയ്യണത് ഇവരുടെ മകനെയാണ്. മോന്റെ പേരെന്താ? സാഹിർ ബാദുഷ. ഓക്കെ, ഞങ്ങൾക്കറിയാം, കണ്ടിട്ടുണ്ടല്ലോ എല്ലാരും ഇൻസ്റ്റയിൽ. ഇവരൊക്കെ ഭയങ്കര ആക്റ്റീവ് ആയതുകൊണ്ട് അതൊക്കെ അറിയാൻ, കണ്ടിട്ടുണ്ട്. അപ്പോ മോനെയാണ് ഇന്നിപ്പോ ഈ നിമിഷം നമ്മൾ മിസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ എന്തായാലും നിങ്ങൾ എല്ലാവരും മിസ് ചെയ്യണ്ട, അവന്റെ ഒരു സാധനം കാണിച്ചു തന്നിട്ട്. യെസ്, ആയിക്കോട്ടെ. മറ്റേതൊന്ന് കാണിച്ചാൽ അത് ഉമ്മമാക്ക് ഇഷ്ടമുള്ള പാട്ടാണ്. കണ്ണങ്ങനെ തുറക്കത്തില്ലായിരുന്നു. അപ്പം ഇവന്റെ പാട്ട് ഇങ്ങനെ ഞാൻ പാടിച്ചൊന്ന് കണ്ണു തുറക്കുമെന്ന് അറിയാൻ വേണ്ടിട്ട്
കണ്ടോ? ബ്യൂട്ടിഫുൾ മൊമെന്റ്. ആ പാട്ടിലൂടെയാണ് അല്ല, അമ്മക്കത് സൗണ്ടേ നമ്മളിപ്പോ ഉമ്മ ഇങ്ങനെ, നമ്മളിപ്പോ എന്ത് ചോദിച്ചാലും ഉമ്മ ഇങ്ങനെ തലയാട്ടും. അപ്പൊ ഇങ്ങനെ ഈ പാട്ടൊന്ന് കേൾക്കുമ്പോ ഉമ്മ കണ്ണു തുറക്കും. അപ്പൊ പിന്നെ ഞാൻ ഇങ്ങോട്ടൊക്കെ മാറ്റി. അപ്പൊ അങ്ങനെ ഇങ്ങനെ വെറുതെ കിടക്കുന്ന ആളാണെങ്കിൽ ഇത് കേൾക്കുമ്പോ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ കണ്ണും മാറ്റുമല്ലോ. അപ്പൊ ഞാൻ ഇങ്ങനെ ഫോൺ ഇങ്ങനെ മാറ്റി കാണിച്ചപ്പോ ഉമ്മ നോക്കുന്നുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാല് നമ്മളെല്ലാരും ഇങ്ങനെ ഉമ്മാന്ന് വിളിക്കുമ്പോ തലയാട്ടും. അല്ലാതെ ഉമ്മ വായ കൊണ്ടൊന്നും പറയോ ഒന്നുമില്ല. ചില നേരത്തെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞെങ്കിലേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ ഇത് കേൾപ്പിച്ചപ്പോ ഇങ്ങനെ ഉമ്മ നോക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങോട്ട് ക്യാമറ മാറ്റിയപ്പോഴത്തേക്ക് ഉമ്മ ഇങ്ങോട്ട് നോക്കുന്നുണ്ട്. അപ്പൊ മനസ്സിലാവും ഉമ്മക്ക് ഇതാകുന്നുണ്ടെന്നുള്ളത്. നല്ലൊരു ബ്യൂട്ടിഫുൾ ഇതല്ലേ. ഞാനൊരു 11 മണിക്ക് പഠിപ്പിക്കാന്നാണെങ്കിൽ പിറ്റേ ദിവസം 1:30 അതിന്റെ ഔട്ട് കിട്ടിയത്. എന്നാലും ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള ഒരു നിമിഷങ്ങളാണ് എന്തായാലും. അപ്പൊ നെപ്പോ കിഡ്സ് എന്നൊക്കെ നമ്മളിപ്പോ കേൾക്കുന്നുണ്ട്. ഇവരൊക്കെ ഇനി ആ ഒരു കാറ്റഗറിയിലേക്ക് വരും അല്ലേ? പാട്ടും ആക്ടിങ്ങും ഇതൊക്കെ ആയിരിക്കും. അപ്പം മഞ്ജു ഫുൾ ടൈം ഇനി ഇൻഡസ്ട്രിയിൽ തന്നെ. ഇവരിൽ ആരൊക്കെ ഭർത്താവിന്റെ കൂടെ പോണോ? ഞാൻ ഭർത്താവിന്റെ കൂടെ ആയിരിക്കും. പറഞ്ഞു ഞാൻ ചെല്ലാത്ത ഇഷ്ടം. എനിക്ക് വീട്ടുകാരെ കണ്ട് അഭിനയിക്കാൻ പറ്റൂല. എന്നാ പിന്നെ മഞ്ജു മാത്രമായിട്ട് എന്തിനാ മാറി നിൽക്കുന്ന? മഞ്ജുവിനും കൂടെ ഒരു ചാൻസ് ഇല്ല. നാണക്കാരിയാണല്ലോ. മഞ്ജു അഭിനയിക്കാനാണ് അഭിനയിക്കാൻ ഇറങ്ങി. അവിടെ നിന്നാണ് പ്രേമത്തിലായത്. ആണല്ലേ? അതറിയില്ല. ഇല്ല, ആ പ്രേമകഥ എന്താ പെട്ടെന്ന് പറയാ. ആ പ്രേമൊന്നുമില്ല. അന്നൊരു ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാൻ വന്നാ. അപ്പൊ അഭിനയിപ്പിച്ച പ്രൊഡക്ഷൻ ആയിരുന്നോ? അല്ലല്ല, ഞാനെന്താ വർക്ക് ചെയ്യണം. ഓക്കെ. അത് ഈ സീരിയലും ടെലിഫിലിമും ഇതൊക്കെ നടക്കുക. ഷോർട്ട് ഫിലിം അല്ല, അന്ന് ടെലിഫിലിമാണ്. ആൽബം ടെലിഫിലിം അന്നൊരു സമയത്ത് അതൊക്കെയായിരുന്നു. അപ്പൊ ആ ഒരു ടെലിഫിലിമിൽ അഭിനയിക്കാൻ വേണ്ടി വന്നാണ് മഞ്ജു. ഓക്കെ. അവിടെ വെച്ച് അങ്ങനെ ലോക്കായി. ഒന്നുമല്ല, 2 വർഷമൊക്കെ 2 വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് കല്യാണം കഴിഞ്ഞത്. ഓക്കെ. അപ്പൊ ഇനി ആക്ടിങ്ങിലേക്ക് വേണ്ടെന്നുള്ള അതെന്താ? വേണ്ട. ഇപ്പൊ മക്കൾ ഉൾപ്പെടെ എത്ര എക്സൈറ്റഡ് ആണ് നോക്കുക ഫിലിം ഫീൽഡിലേക്ക് ചെയ്യാനായിട്ട്. ഒന്നുമില്ല, ഇക്കയുടെ കൂടെ ഇങ്ങനെ നിന്നാ മതി. തണലായിട്ട് എന്തേലും നാണോ? ഓക്കെയാണോ? പിന്നെ ഓക്കെയാണ്. ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് ഇനി മഞ്ജുവും നമുക്ക് വെള്ളിത്തിരയിലേക്ക് വരുമോ എന്നുള്ളത് ഇവര് ഫാമിലി ആയിട്ട് ഒരു ഫുൾ പാക്കേജ് അങ്ങനെയൊക്കെ വരുമില്ല എന്നുള്ളത് നമുക്ക് ഫ്യൂച്ചറിലെ കാര്യമാണ്, നമുക്ക് കാത്തിരിക്കാം. അപ്പൊ ഇത്രയും നല്ലൊരു ബ്യൂട്ടിഫുൾ നല്ല മൊമെന്റ്സ് ഞങ്ങൾക്ക് തന്നതിന് താങ്ക് യു സോ മച്ച്. എല്ലാവിധ വിഷസും നിങ്ങൾക്ക് ഫാമിലി എല്ലാവർക്കും നേരാണ്. അപ്പൊ മോളെ കീപ് റോക്കിംഗ്. ചേട്ടന്റെ അടുത്തും പറയാം കൂൾ ആയിട്ട്. അപ്പൊ നമുക്ക് ഇനി ഞങ്ങൾ ഫിലിമിലൂടെ കാണാം കേട്ടോ. വിഷിംഗ് ഓൾ ദി ബെസ്റ്റ്. ഓക്കെ. താങ്ക് യു ബാദുക്ക. താങ്ക് യു സോ മച്ച്. താങ്ക് യു.